സംസ്ഥാനത്ത് ഇന്നും നാളെയും എല്ലാ ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ തീവ്ര മഴ കണക്കിലെടുത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റു ജില്ലകളിലെല്ലാം യെല്ലോ അലർട്ടാണ്. നാളെ പത്തനംതിട്ടയിലും ഇടുക്കി ജില്ലയിലും ഓറഞ്ച് അലർട്ടും മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. അശ്വിൻ ഡിയാഗോ ആണ് വിവരങ്ങളുമായുള്ളത്. അശ്വിൻ, ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. മഴ ഉണ്ടാകും എന്ന് പറയുമ്പോൾ തന്നെ ആശങ്കയാണ്. പക്ഷേ ശക്തമായ മഴ, തീവ്ര മഴയ്ക്ക് സാധ്യത എന്ന മുന്നറിയിപ്പ് എവിടെയൊക്കെയാകും? സ്മൃതി, സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തി പ്രാപിക്കും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഈ തെക്കൻ ശ്രീലങ്കയ്ക്ക് മുകളിൽ ചക്രവാത ചുഴിയും ആന്ധ്രാപ്രദേശിലെ റായലസീമ മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി മേഖല വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നതുമാണ് നിലവിൽ ഈ മഴയ്ക്ക് കാരണം. മാത്രമല്ല, 2 ജില്ലകളിലാണ് ഇപ്പോൾ ഇന്ന് നിലവിൽ ഓറഞ്ച് അലർട്ട് ഉള്ളത്. കാസർഗോഡ്, വയനാട് ജില്ലകളിലാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. നാളെ 2 ജില്ലകളിലും മുന്നറിയിപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമായും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മധ്യ കേരളത്തിലും അതുപോലെ തന്നെ തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ ശക്തമാകുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ തിരുവനന്തപുരം അടക്കമുള്ള തെക്കൻ ജില്ലകളിലും അതിശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയത്. ഇതിന് പിന്നാലെയാണ് ഈ മഴ മുന്നറിയിപ്പിൽ ഒരു മാറ്റം വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനം, മുഴുവൻ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. വരുന്ന 2 ദിവസത്തേക്കാണ് മുഴുവൻ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, ഇന്നും നാളെയുമായി 2 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. ബാക്കി 12 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മറ്റൊന്ന്, ഈ ശക്തമായ മഴയ്ക്കൊപ്പം തന്നെ അതിതീവ്രമായ കാറ്റിനും ഇടിമിന്നലിനുമുള്ള സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഏർപ്പെടുത്തിയ മത്സ്യബന്ധനത്തിലുള്ള വിലക്ക് തുടരും. തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നു. ആവശ്യഘട്ടങ്ങളിൽ ഇവിടെ നിന്ന് മാറി താമസിക്കാനുള്ള അധികൃതർ ആവശ്യപ്പെടുന്നതനുസരിച്ച് പൊതുജനം അപകട മേഖലയിൽ നിന്ന് മാറി താമസിക്കണമെന്ന മുന്നറിയിപ്പും പൊതുജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതിശക്തമായ കാറ്റിനെ ചെറുക്കുന്നതിനുള്ള മുന്നറിയിപ്പുകളുണ്ട്. അങ്ങനെ ഇടിമിന്നൽ, കാറ്റ്, കടലാക്രമണം അങ്ങനെ സാധ്യമായ എല്ലാത്തിനും ജാഗ്രത പുലർത്തണമെന്ന ഒരു മുന്നറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നു. എന്തായാലും വരുന്ന 5 ദിവസങ്ങളിലും സംസ്ഥാനത്ത് മഴ തുടരും. അതിശക്തമായ മഴ തന്നെയാണ് പ്രവചിക്കുന്നതും. അപകട മേഖലകളിൽ അടിയന്തരമായി തന്നെ ക്യാമ്പുകളിലേക്ക് മാറേണ്ടതുമാണ്.